ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമ്മളുടെ സ്ക്രീനിൽ കാണാം. അപ്പൊ ആദ്യത്തെ ന്യൂസ് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഞാൻ പലപ്പോഴും നമ്മളുടെ ക്ലാസ്സുകളിൽ, പലപ്പോഴും അല്ല, ഞാൻ ആപ്റ്റിറ്റ്യൂഡിൽ ഏതൊക്കെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഭാരതരത്ന കിട്ടാൻ യോഗ്യതയുള്ള 3 പേരുണ്ട്. പക്ഷെ അവർക്ക് ഭാരതരത്ന കൊടുക്കാൻ ആരും സെൻട്രൽ ഗവൺമെന്റിന്റെ മുകളിൽ വലിയ ഒരു പ്രഷർ ചെലുത്താത്തത് കൊണ്ട് അവർക്ക് ഭാരതരത്ന കിട്ടാതെ പോകുന്നു. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ, ഞാൻ 2011 തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ 2010 ഒക്കെ അല്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. ആ സമയം തൊട്ട് ഞാൻ ക്ലാസ്സിൽ എപ്പോഴൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, അവരുമായിട്ട് കോൺസ്റ്റന്റ്ലി ഇന്ററാക്ഷൻ ഉള്ള ക്ലാസ് റൂംസ് ആണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിൽ നിന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ, അതുപോലെ ഈ ഗ്രീൻ റവല്യൂഷന്റെ ഫാദറായ MS സ്വാമിനാഥൻ, അതുപോലെ നമ്മളുടെ വൈറ്റ് റവല്യൂഷന്റെ ഫാദറായ വർഗീസ് കുര്യൻ, ഈ 3 പേരും ഭാരതരത്ന ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മറ്റാരെക്കാളും അർഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ആർക്കും ഇതുവരെയും കൊടുത്തിട്ടില്ല. അത് അവരുടെ മുകളിൽ അവർക്ക് വേണ്ടി ലോബി ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്, ബാക്കി 2 പേർക്കും ഭാരതരത്ന കിട്ടിയില്ലെങ്കിലും ഒരാൾക്കെങ്കിലും കിട്ടി. പോസ്റ്റ്മസ്ലി ആണ് കൊടുത്തത്, പക്ഷെ മരിക്കുന്നതിന് മുമ്പേ കൊടുക്കുന്നതായിരുന്നു കുറച്ച് കൂടുതൽ ഉചിതം. ഈ 3 പേരുടെ ഭാരതരത്നയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും, അത് നമ്മൾ മലയാളി ആയതുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഡിസേർവിംഗ് തീർച്ചയായും MS സ്വാമിനാഥൻ ആണ്. ഈ 3 പേരിലും, ഈ 3 പേരും ഡിസേർവിംഗ് ആണ്. ഈ 3 പേരിൽ MS സ്വാമിനാഥനാണെന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. കാരണം നമ്മൾ ഒരു സമയത്ത് ഹങ്കർ, ഞാൻ ഫുഡ് കോർപ്പറേഷനിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് അറിയാം, അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമ്മളുടെ ട്രെയിനിങ് പീരീഡിൽ പഠിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം മൂലം വലഞ്ഞ ഒരു ജനത, അവര് ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന നമ്മളുടെ മെക്സിക്കോയിലെ നോർമൻ ബോർലോഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു റവല്യൂഷൻ ഇന്ത്യയിൽ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മളെ ഇന്ത്യയിലെ ആൾക്കാരുടെ വിശപ്പടക്കിയത് MS സ്വാമിനാഥൻ തന്നെയാണ്. കാര്യം അതിനു മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഷിപ്പിംഗ് ചെയ്യുകയായിരുന്നു മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് പുഴുത്ത ഗോതമ്പുമൊക്കെ. അതിന്റെ ഫയലുകൾ വരെ ഞാൻ ഒരുപാട് പഴയ കേസുകളും ഒക്കെ ഞാൻ പഠിക്കുകയും നമുക്ക് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ നീക്കിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ MS സ്വാമിനാഥൻ തീർച്ചയായിട്ടും അതിന് അർഹനാണ്. അദ്ദേഹം തീർത്തും ഒരു മലയാളി തന്നെയാണ്. കൂടുതൽ അദ്ദേഹത്തിന്റെ കർമ്മപദം തമിഴ്നാട്ടിലായിരുന്നെങ്കിലും. അപ്പൊ മലയാളി എന്ന് പറഞ്ഞ പൂർണ്ണ അർത്ഥത്തിൽ ഭാരതരത്ന കിട്ടിയിട്ടുള്ള ഒറ്റ ആളേ ഉള്ളൂ. MGRന് കിട്ടിയിട്ടുള്ളത് ഇന്നലെയൊക്കെ ഞാൻ പല മീഡിയാസിലും കണ്ടു. പക്ഷെ MGR ഒരു കാരണവശാലും മലയാളി എന്ന് പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിന്റെ ആൻസിസ്ട്രൽ ഹോം കേരളത്തിലാണ്, അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരൊക്കെ കേരളത്തിലായിരുന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന് കേരളമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം രണ്ടാമത്തെ ആള് PV നരസിംഹറാവു. ഒബ്വിയസ്ലി ഹി ഈസ് ഓൾസോ വെരി ഡിസേർവിംഗ് ഫോർ ദിസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് ഇന്ത്യ. ബിക്കോസ് നമ്മൾ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന എല്ലാ ഡെവലപ്മെന്റിനെയും നാന്തി കുറിച്ചത് ഈ മനുഷ്യനാണെന്ന് ഞാൻ പറയും. കാരണം ഇതും ഞാൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പറയുന്നതായിരുന്നു. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്റർ എന്ന കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന PV നരസിംഹറാവു ആണ്. അദ്ദേഹം തുടങ്ങി വെച്ച ലിബറലൈസേഷൻ, എക്കണോമിക് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ 2 കാര്യങ്ങളുടെ നാന്തി കുറിച്ചത് PV നരസിംഹറാവു എന്ന പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തിന് അത് കൂട്ടുണ്ടായിരുന്നത് ഫിനാൻസ് മിനിസ്റ്ററായ മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ ഈ PV നരസിംഹറാവു അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, അന്ന് ഒരുപാട് എതിർപ്പുകൾ, അന്ന് ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ ഇന്ത്യയിൽ ഇന്നത്തെ പോലെയല്ല, അതിശക്തമായിട്ടൊരു കാലഘട്ടമാണ്. ആ അതിശക്തമായ കാലഘട്ടത്തിൽ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട്, എല്ലാ എതിർപ്പുകളെയും തരണം ചെയ്തുകൊണ്ട് നരസിംഹറാവു എന്ന പ്രൈം മിനിസ്റ്ററും മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ അന്നത്തെ എക്കണോമിസ്റ്റ് ചീഫ് മിനിസ്റ്ററും ചേർന്ന് നടപ്പാക്കിയ നയങ്ങളുടെ ഗുണമാണ് നമ്മളിന്ന് കാണുന്ന ഓരോ വികസനവും. അതിൽ യാതൊരു സംശയമില്ല. അതിനുശേഷം പിന്നീട് വന്ന വാജ്പേയിയും, പിന്നീട് അതിനുശേഷം വന്ന മൻമോഹൻ സിംഗും, ഇന്ന് വന്ന നരേന്ദ്രമോദിയും ഒക്കെ ആ ഒരു പോളിസീസ് കൂടുതൽ ശക്തമായി നടത്തിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് തീർച്ചയായിട്ടും നരസിംഹറാവുമാണ്. സോ ഹീസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഹീസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെൻ ഹു സെർവ് ദ കൺട്രി, ഹിസ് മദർലാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു നമ്മളുടെ മദർലാൻഡിനെ മാക്സിമം സെർവ് ചെയ്തൊരു മനുഷ്യനാണ്. അപ്പം PV നരസിംഹറാവു. സോ ഹീസ് ഓൾസോ ഡിസേർവിംഗ്. ആൻഡ് തേർഡ് വൺ ഈസ് ചൗധരി ചരൺ സിംഗ്. ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫാമേഴ്സിന്റെ ഇടയിൽ നിന്ന് വന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയുടെ നാഷണൽ ഫാമേഴ്സ് ഡേ എന്ന് പറയുന്നത് December 23, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. December 23 is the birthday of Chaudhary Charan Singh and it is being celebrated as Farmers Day, National Farmers Day. He is one of the greatest leaders from the ഫാമിംഗ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ജാട്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവര് ഭയങ്കര ഫേമസ് ആണ് ഫാമിങ്ങിന്റെ കാര്യത്തിൽ. ഫാമേഴ്സ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ, എസ്പെഷ്യലി UP-യിലൊക്കെ ജാട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. ഭയങ്കര ലാൻഡ് ഓണിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയൊക്കെയാണ്. അപ്പം ആ കൂട്ടത്തിൽ ഒന്ന് ചൗധരി ചരൺ സിംഗ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വളരെ കുറച്ചു കാലം. കോൺഗ്രസ് കാരനല്ലായിരുന്നു, ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു. എല്ലാവരും ആ കാലഘട്ടത്തിൽ ആദ്യം കോൺഗ്രസ് ആയിരിക്കുമല്ലോ. പിന്നീട് അതായത് സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ജനതാ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഈ 3 പേരുമാണ് ഇന്ത്യയുടെ ഭാരതരത്ന കിട്ടുന്നത്. ഞാൻ ഈ ക്ലാസ്സിൽ വീഡിയോ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്റെ തെറ്റായ നോളജ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാനൊരു ഹിന്ദു പോലെ ഏതോ ഒരു മാധ്യമത്തിൽ വായിച്ചതാണ്, 1 വർഷം ഭാരതരത്ന മാക്സിമം 3 പേർക്ക് കൊടുക്കുള്ളൂ ഞാൻ വായിച്ചാണ്. അപ്പൊ അത് ഞാൻ ഒരു പക്ഷേ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം.
അത് ഞാൻ എവിടെ നിന്നും സ്വപ്നത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമല്ല, ഞാൻ വായിച്ചൊരു കാര്യമാണ്. ആ വായിച്ചത് തെറ്റായിരുന്നു എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു. ഭാരതരത്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 പേർക്ക് 1 വർഷം കൊടുക്കുന്നത്. 4 പേർക്ക് ഏതോ 1 വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു മാധ്യമത്തിൽ ഞാൻ വായിച്ചൊരു തെറ്റ് നിങ്ങളുടെ മുന്നിൽ ഞാനത് റിപ്പീറ്റ് ചെയ്തു. ആ റിപ്പീറ്റ് ചെയ്തതിൽ ഞാനിപ്പോ നിങ്ങളോട് സോറി പറയുന്നു. നിങ്ങൾ ആരെങ്കിലും അത് എന്റെ ഒരു ഇൻഫ്ലുവൻസിൽ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പഠിക്കുക. അങ്ങനെ ഒരു 3 എന്നൊരു ലിമിറ്റ് ഇല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ 5 പേർക്ക് കൊടുക്കാൻ പറ്റിയത്. ഈ വർഷം കർപ്പൂരി താക്കൂറിനും LK അദ്വാനിക്കും ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു. സോ ടോട്ടൽ ഈസ് 5 നൗ. അപ്പൊ 5-ൽ നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗും ഡിസേർവിംഗ് ആണ് ഇന്ത്യയുടെ ഭാരതരത്നക്ക്. കാരണം PV നരസിംഹറാവു ഡിസേർവിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും മൻമോഹൻ സിംഗ് ഡിസേർവിംഗ് ആണ്. കാര്യം മൻമോഹൻ സിംഗ് ആണ് PV നരസിംഹറാവുവിന്റെ അണ്ടറിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയത്. പിന്നെ ഒരു 10 വർഷം അദ്ദേഹം ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് വലിയൊരു പെർഫോമിംഗ് ചീഫ് പ്രൈം മിനിസ്റ്റർ ഒന്നും പറയാൻ പറ്റൂലെങ്കിലും പക്ഷേ കുറെ നല്ല കാര്യങ്ങൾ അദ്ദേഹം അന്ന് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഡിസേർവിംഗ് ആണ്. ഓക്കെ. പിന്നെ 5 dead in violence after, അതൊന്നും വേണ്ട. അത് ഒരു കമ്മ്യൂണൽ ക്ലാഷസിനെ കുറിച്ചാണ്. അത് ഉത്തരാഖണ്ഡിൽ നടന്നൊരു സംഭവമാണ്. ഇനി പാകിസ്ഥാനിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ നമ്മളുടെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു നവാസ് ഷെരീഫ് തീർച്ചയായിട്ടും അവിടെ ജയിക്കും. കാരണം പാകിസ്ഥാന്റെ മോസ്റ്റ് പ്രോമിനന്റ് പൊളിറ്റീഷ്യനും മോസ്റ്റ് എന്താ പറയുക ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ള പൊളിറ്റീഷ്യനായ ഇമ്രാൻഖാൻ അവിടെ ജയിക്കാൻ ഒരിക്കലും അവിടുത്തെ പട്ടാളം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ മത്സരിക്കാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെല്ലാം ഇൻഡിപെൻഡൻസ് ആയിട്ടാണ് മത്സരിച്ചത്. പക്ഷെ അതിശയകരമെന്ന് പറയട്ടെ, പാകിസ്ഥാനിലെ ആൾക്കാർക്ക് വിവരം വെച്ചു. അവര് ഈ ഇൻഡിപെൻഡൻസിനാണ് ഇപ്പൊ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇമ്രാൻഖാനുമായിട്ട് അഫിലിയേറ്റഡ് ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ഷനിൽ വിൻ ചെയ്തേക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഭൂരിപക്ഷമില്ല. ലാർജസ്റ്റ് പാർട്ടി ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഈ നവാസ് ഷെരീഫിന്റെ പാർട്ടിയും മറ്റേ PPP എന്ന് പറയുന്ന പഴയ ബേനസർ ഭൂട്ടോയുടെ അല്ലെങ്കിൽ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാർട്ടിയും കൂടെ ഒക്കെ ഒരുമിച്ച് ചേർന്ന് ചിലപ്പം ഈ പട്ടാളത്തിന്റെ അനുഗ്രഹാശിസ് അവർക്കുള്ളത് കൊണ്ട് ഗവൺമെന്റ് ഫോം ചെയ്യുന്ന അവർ തന്നെ ആവാം. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇമ്രാൻഖാൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ ഈ പേജിലെ മറ്റു ന്യൂസുകളൊന്നും നമുക്ക് വേണ്ടതല്ല. വേണ്ട, ബാക്കി ന്യൂസുകളൊന്നും വേണ്ട. ബാക്കി പൊളിറ്റിക്കൽ ന്യൂസുകളൊക്കെയാണ്. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ വീണ്ടും രാഷ്ട്രീയ ന്യൂസുകളാണ് കൂടുതലും. ബീഹാറില് ഫ്ലോർ ടെസ്റ്റ് നടക്കാൻ പോകുന്നു. ഫ്ലോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ഗവൺമെന്റ് പുതുതായിട്ട് ഫോം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഗവർണർ ഭൂരിപക്ഷം തെളിയിക്കാൻ പറയും. ഇപ്പൊ പുതിയ ഗവൺമെന്റ് ഇപ്പൊ ഫോം ചെയ്തത് ബീഹാറിലാണ്. പഴയ ഗവൺമെന്റ് തന്നെ കാലുമാറി നിതീഷ് കുമാർ BJPയുടെ കൂടെ പോയപ്പോൾ അവിടെ പുതിയൊരു ഗവൺമെന്റായി മാറിയെന്നേ ഉള്ളൂ. പിന്നെ താഴോട്ട് വരുമ്പോ കുറെ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. വീണ്ടും ഒരു റീഅലൈൻമെന്റ് ഒക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടാകാൻ പോകുന്നു. BJP മുമ്പ് കൈവിട്ട് കഴിഞ്ഞ അലൈസിനെയൊക്കെ അവർ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നതിനെ കുറിച്ചുള്ള കുറെ ന്യൂസുകളാണ്. അല്ലാതെ വേറെ ഒന്നും വേണ്ട. ആ പേജിൽ അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. മിസ്കൺസെപ്ഷൻ ഡ്രൈവ്സ് അണ്ടർ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ORS. ORS നമുക്ക് എല്ലാവർക്കും അറിയാം. ORSന്റെ എക്സ്പാൻഷൻ ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട്സ് എന്നാണ് ORS. നമുക്ക് ഡയറി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും ഈ ORS ലായനി കുടിക്കാറുണ്ട്. നമ്മളെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഡോക്ടേഴ്സ് അത് രോഗികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാത്തൊരവസ്ഥ ഇന്ത്യയിലെ പല പാർട്സിലും ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു സ്റ്റഡി പറയുന്നതിന്റെ കാരണം ആൾക്കാര് അത് ഉപയോഗിക്കില്ല എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണെന്നാ പറയുന്നത്. അതൊരു സ്റ്റഡിയാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ORS എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ. പിന്നെ ജഗൻ അർജസ് PM to release funds, grant special category status to ആന്ധ്രാപ്രദേശ്. ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആന്ധ്രാപ്രദേശിന് കൊടുക്കാം എന്ന് വാക്കാലൊക്കെ UPA ഗവൺമെന്റ് പറഞ്ഞിരുന്നു. കാര്യം എന്ന് വെച്ചാൽ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിനെ ബൈഫർക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തെലുങ്കാന എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റും ആന്ധ്രാപ്രദേശ് എന്നൊരു സ്റ്റേറ്റും, അങ്ങനെ 2 സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് മൻമോഹൻ സിംഗ് ആണ്. ആ സമയത്ത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആന്ധ്രാപ്രദേശിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്ന് ആണ് എന്റെ ഓർമ്മ. നിങ്ങൾ ചെക്ക് ചെയ്തോളണം. പക്ഷെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു സ്റ്റേറ്റിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ആ സ്റ്റേറ്റുകളുടെ മുകളിൽ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റി വരും. കുറെ ഫണ്ടൊക്കെ അവർക്ക് അഡീഷണലി അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അത് മനഃപൂർവ്വം. അതുകൊണ്ട് ഇപ്പോൾ
കോൺസ്റ്റിറ്റ്യൂഷണലി പറഞ്ഞിട്ടുള്ള കുറെ സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കി സ്റ്റേറ്റുകൾക്കൊന്നും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് ആന്ധ്രാപ്രദേശിന് ഇന്ന് വരെ അത് കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അത് ആന്ധ്രാപ്രദേശ് അങ്ങനെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കുന്ന എന്താണ് കാര്യം? വേറെ ഒന്നുമല്ല, അവരുടെ ഏറ്റവും വരുമാനമുള്ള പല പ്രദേശങ്ങളും തെലങ്കാന എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഫോം ചെയ്യപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. തെലങ്കാനയിലെ ഹൈദരാബാദ് ആയിരുന്നു ആന്ധ്രാപ്രദേശിന്റെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ നെർവ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതുപോലെ കുറെ പ്രദേശങ്ങൾ. അപ്പൊ അതിന് പകരമായിട്ടാണ് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കൊടുക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് കൊടുത്തിട്ടില്ല സെൻട്രൽ ഗവൺമെന്റ്. ഇന്നലെയും ജഗൻമോഹൻ റെഡ്ഡി ജഗൻമോഹൻ റെഡ്ഡി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ നരേന്ദ്രമോദിയെ മീറ്റ് ചെയ്ത് ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിനെക്കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ അത്രയേ ഉള്ളൂ ആ പേജ്. അതിനകത്ത് ബാക്കി ഒന്നും നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂസുകളുണ്ടാണ്, ഞാൻ അതൊന്നും പറയാത്തത്. വേറെ ഒരുപാട് ന്യൂസുകളുണ്ട്. ബാക്കി മെജോറിറ്റിയും ലോക്കൽ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. പിന്നെ പ്രൂഡൻസ് പ്രിവൈൽസ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലുണ്ട്. ആ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് നോക്കാം. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയെ കുറിച്ചാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2 months കൂടുമ്പം മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. RBIയുടെ ബൈ മന്ത്ലി എക്സർസൈസ് ആണ്. അതുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസി RBI ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും മോണിറ്ററി പോളിസി ഉണ്ടാക്കുന്നത് MPC ആണ്, മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. ഇത് RBI ആണെന്ന് പറയാൻ പറ്റൂല. MPC എന്ന് പറയുന്ന സംഭവം. അതിൽ മൊത്തം 6 പേരുണ്ട്. അതിൽ 3 പേരേ ഉള്ള RBI, ബാക്കി 3 പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ടോട്ടൽ 6 members ആർ there in the monetary policy committee. Out of that, Reserve Bank of India's governor, he is the chairman of that committee. That committee. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായ ശക്തികാന്ത ദാസ് ആണ് ഇപ്പൊ MPC മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. അതാണ് അതില് RBIക്ക് ഒരു എന്താ പറയുന്ന ഒരു ചെയർമാൻഷിപ്പ് ഉണ്ട്. ബാക്കി അവരുടെ ഡിസിഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ 3 members RBI എന്നും 3 members ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഡിസിഷനെയാണ് ആ ഒരു ഡിസിഷനെ ഇപ്പൊ 4 തൊട്ട് ആൾക്കാരാകുമ്പോഴത്തേക്ക് ഭൂരിപക്ഷമല്ല, അതെന്ത് ഡിസിഷനാണ് അതേ വരുള്ളൂ. അല്ലാതെ RBIയുടെ ഡിസിഷൻ അതുപോലെ ഒന്നും നടപ്പാവില്ല. പണ്ട് അങ്ങനെ ആയിരുന്നു. MPC വരുന്നതിന് മുമ്പ് RBIയുടെ ഡിസിഷൻസ് ആയിരുന്നു മോണിറ്ററി പോളിസി ആയിട്ട് പുറത്തുവന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് പറ്റത്തില്ല. ഇപ്പൊ 6 members ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുള്ള. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്. പിന്നെ അടുത്തായിട്ട് അത്രയാണ്. പിന്നെ ഇതിൽ പഠിക്കേണ്ട വേറൊരു കാര്യം മോണിറ്ററി പോളിസിയുടെ ബേസ് എന്താണെന്നുള്ള കാര്യമാണ്. മോണിറ്ററി പോളിസിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ഉപയോഗിക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് മോണിറ്ററി പോളിസിയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഏതാണ്ട് 5.7% വരെയൊക്കെ ഉണ്ട്. 5.7% ഉണ്ട്. യഥാർത്ഥത്തിൽ 4% ആവണം. അതാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ 4%ലേക്ക് എത്തിക്കണം. അത് എത്തിക്കുന്നത് വരെയും RBI എന്ത് ചെയ്യുന്ന വെച്ചാൽ മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് ഒക്കെ കൂട്ടി വെച്ചേക്കും. റിപ്പോ റേറ്റ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കടം മേടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കാര്യം ബാങ്കുകളുടെ ബാങ്കറാണ് RBI. ഇപ്പൊ ബാങ്കുകളുടെ ബാങ്കർ RBI ആയതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കടം മേടിക്കാം. അങ്ങനെ കടം മേടിക്കുമ്പോൾ അതിന് ഷോർട്ട് ടൈം ലോൺസിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പൊ റിപ്പോ റേറ്റ് അവരിപ്പോ കൂട്ടി വെച്ചേക്കുന്നത് 6.5% ആണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ്. 6.5% ആണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ്. ഈ 6.5% റിപ്പോ റേറ്റ് ഉള്ളപ്പം സ്വാഭാവികമായിട്ട് അവര് ബാങ്കുകൾ RBIയുടെ നിന്ന് ബോറോ ചെയ്യുന്നത് കോസ്റ്റ്ലി ആണ്. ഇപ്പൊ അവർക്ക് 6.5%. മുമ്പ് 4% ഉള്ളായിരുന്നു റിപ്പോ റേറ്റ്. സ്വാഭാവികമായിട്ട് ആ പൈസ വാങ്ങി നമുക്ക് ലോൺ തരുമ്പോൾ അവരും നമ്മളുടെ ലോണിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ലോൺ എടുക്കൽ കുറയ്ക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുമ്പോൾ നമ്മൾ ലോൺ എടുക്കൽ കുറയ്ക്കും. നമ്മൾ ലോൺ എടുക്കൽ കുറയ്ക്കുമ്പോൾ മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ കുറയും. അങ്ങനെ മാർക്കറ്റിലേക്കുള്ള മണി ഫ്ലോ കുറയുമ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ കുറയും. ഇതാണ് RBIയുടെ ഒരു മോണിറ്ററി പോളിസിയിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള കാരണം. റിപ്പോ റേറ്റ് കൂട്ടി വെച്ചേക്കാനുള്ള കാരണം. കാര്യം ഇൻഫ്ലേഷൻ ഈസ് ഹൈ നൗ. ഇൻഫ്ലേഷൻ ഈസ് റിലേറ്റീവ്ലി ഹൈ എന്നേ പറയാൻ പറ്റൂ. ഇറ്റ് ഈസ് നോട്ട് വെരി വെരി ഹൈ. ബിക്കോസ് ഞാൻ ഇന്നലെ പറഞ്ഞു പാകിസ്ഥാനിലെ ഇൻഫ്ലേഷൻ ഈസ് അറൌണ്ട് 30% എന്ന് പറഞ്ഞു. പാകിസ്ഥാനിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അൺയൂഷ്വലി ഹൈ ആണ്. അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വേൾഡിലെ ഡെവലപ്ഡ് നേഷൻസിൽ പലതിലും 9%, 8% ഇൻഫ്ലേഷൻ ഇപ്പോഴും ഉണ്ട്. ആ സമയത്ത് നമ്മളുടെ 5.7% 5.5% എന്ന് പറയുന്നത് അത്രയും ഹൈ അല്ല. ബട്ട് സ്റ്റിൽ RBI's intention is to bring down this inflation to 4%. That is the MOU, Memorandum of Understanding between Government of India and Reserve Bank of India. എന്താണ് 4% ആക്കുക. അപ്പൊ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ റിപ്പോ റേറ്റ് കൂട്ടി വെക്കും. ഇനി പതുക്കെ അത് കുറയ്ക്കും. പിന്നെ വേറൊരു പ്രശ്നം, ഈ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ കൂടുന്നത് മെയിൻലി വേറൊരു
വലിയ കൺസേൺ കൂടെ ഉണ്ട്. ഇൻഫ്ലേഷൻ പല രീതിയിൽ കൂടാം. അപ്പോൾ ഫ്യൂവൽ പ്രൈസ് കൂടുന്നുണ്ട് കൂടാം, മറ്റേതെങ്കിലും കൊമോഡിറ്റീസിന്റെ പ്രൈസ് കൂടുന്നുണ്ട് കൂടാം, ഫുഡ് പ്രൈസ് കൂടുന്നുണ്ട് കൂടാം. ഇതിൽ ഏറ്റവും പ്രോബ്ലം ഫുഡ് പ്രൈസ് കൂടുന്നുണ്ടുള്ള ഇൻഫ്ലേഷനാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഫുഡ് പ്രൈസ് കൂടുന്നുണ്ടുള്ള ഇൻഫ്ലേഷനാണ് മെയിൻലി ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫുഡ് പ്രൈസസിൽ തന്നെ മെയിൻലി വെജിറ്റബിൾസിന്റെ, സീരിയൽസിന്റെ, ഇതിന്റെയൊക്കെ പ്രൈസസ് കൂടുന്നത് കൊണ്ടാണ്. ഈ സംഭവങ്ങളെല്ലാം നമ്മളുടെ ഡെയിലി ലൈഫിൽ കോമൺ മാൻ, ഈവൻ പുവർ പീപ്പിളിന് ഉൾപ്പെടെ വേണ്ടതാണ്. സോ ഫുഡ് ഇൻഫ്ലേഷൻ, ദാറ്റ് ഈസ് ദ മെയിൻ കൺസേൺ ഓഫ് എക്കണോമിക്സ്. മനസ്സിലായോ? അപ്പൊ ഫുഡ് ഇൻഫ്ലേഷൻ കൂടാനേ പാടില്ല, ബാക്കി ഏത് ഇൻഫ്ലേഷൻ കൂടിയാലും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലെ ഫുഡ് ഇൻഫ്ലേഷൻ ആണ് കൂടുന്നത്. അപ്പൊ നമുക്ക് ആ ഇൻഫ്ലേഷൻ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലേഷന്റെ കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ എടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് മോണിറ്ററി പോളിസി നമ്മളുടെ മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് കൂട്ടി തന്നെ വെച്ചേക്കുന്നത്. അടുത്തൊരു 1-2 ക്വാർട്ടറും കൂടെ, 1-2 മോണിറ്ററി പോളിസിയിലും കൂടെ ഷുവർലി ഈ റിപ്പോ റേറ്റ് കൂടി തന്നെ നിൽക്കും. After that, our inflation will come down and it will reach around 4.5% എന്നാണ് RBIയുടെ prediction. If it comes down to 4.5%, definitely RBI will slightly reduce the repo rate എന്നാണ് എക്കണോമിസ്റ്റുകളുടെ പ്രഡിക്ഷൻ. അതൊക്കെയാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ നമുക്ക് ആവശ്യമൊന്നുമില്ല, എ ഫെയിൽഡ് കൂപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് ബ്രസീലില് പ്രസിഡന്റ് ആയിരുന്ന ജെയർ ബോൾസനാരോയെ കുറിച്ചാണ്. ബ്രസീലിലെ പ്രസിഡന്റ് ആയിരുന്ന ജെയർ ബോൾസനാരോ നമുക്ക് വേണ്ട. ജെയർ ബോൾസനാരോ ഇപ്പൊ അവിടെ ആരുമല്ല, അവിടുത്തെ ഒരു ഒപ്പോസിഷൻ ലീഡർ മാത്രമാണ്. ലുലാ ഡെസിൽവയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ്. ഈ ലുലാ ഡെസിൽവ പ്രസിഡന്റ് ആയ സമയത്ത് ജെയർ ബോൾസനാരോ ഈ ഇലക്ഷൻ ലുലാ ഡെസിൽവയുടെ അംഗീകരിക്കാൻ റെഡിയല്ലായിരുന്നു. അങ്ങനെ ഒരു മിലിറ്ററി കൂപ്പ് വഴി ഭരണം നിലനിർത്താൻ ശ്രമിച്ചു, ലുലാ ഡെസിൽവയിലേക്ക് ഭരണം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് കുറെ അലിഗേഷൻസും ഒക്കെ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ നമുക്കത് ആവശ്യമില്ല. ബ്രസീലിലെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് അതിനടുത്ത പേജ് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇത് വേണ്ട, ഈ പേജ് ഒന്നും വേണ്ട, നമുക്ക് നെക്സ്റ്റ് പേജിൽ പോവാം. ഈ പേജിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നരസിംഹറാവുവിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. നരസിംഹറാവുവിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു, നരസിംഹറാവു ഇന്ത്യയുടെ എക്കണോമിക് ലിബറലൈസേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് ചൗധരി ചരൺ സിംഗ്, പുതിയ മറ്റൊരു ഭാരതരത്ന അവാർഡി. അദ്ദേഹം പഴയ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ അദ്ദേഹത്തിന്റെ ചെറുമകനാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി പാർട്ടിയൊക്കെ കൊണ്ടു നടക്കുന്നത്. അതിന് അപ്പൊ ഈ ചൗധരി ചരൺ സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. വേറൊരു ഭാരതരത്ന വിന്നറായ MS സ്വാമിനാഥൻ, അദ്ദേഹത്തിന്റെ മകൾ സൗമ്യ സ്വാമിനാഥൻ, അവര് പഴയ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ചീഫ് സയന്റിസ്റ്റ് ഒക്കെയാണ്. അപ്പൊ അവര് അദ്ദേഹത്തിന്റെ ഭാരതരത്ന കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നൊക്കെയാണ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ വിഷ്ണു ദിയോ സായി അവിടുത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഹീസ് talking about the GSDP. What is GSDP? GSDP is the gross state domestic product. That is GSDP. GDP is gross domestic product. അത് ഒരു രാജ്യത്തിനാകുമ്പോൾ GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഒരു സ്റ്റേറ്റിനാകുമ്പോൾ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്, GSDP എന്നാണ് പറയുന്നത്. അപ്പൊ ഛത്തീസ്ഗഡിന്റെ GSDP ഡബിൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ വിഷ്ണു ദിയോ സായി അറിഞ്ഞിരിക്കുക. പിന്നെ ക്യാൻ പ്രിയാമ്പിൾ ബി അമെൻഡഡ് കീപ്പിംഗ് ഡേറ്റ് ഇൻടാക്ട് ആസ് SC. ഇവിടെ ഒരു സംഭവമുണ്ട്, പ്രിയാമ്പിൾ. നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ഉണ്ട്. ഈ പ്രിയാമ്പിള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല, സോ ഇറ്റ് കനോട്ട് ബി അമെൻഡഡ് എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതേ സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് തോന്നുന്നത്, ആ ഒരു കേസിൽ വീണ്ടും അവർ വിധിച്ചു നോ. അവരുടെ തന്നെ വിധി അവര് തിരുത്തി. അവർ പറഞ്ഞു preamble is the part and parcel of constitution, so it can be amended keeping the basic features of constitution intact എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ബേസിക് ടെനറ്റ്സിലൊന്നും വ്യതിചലിക്കാതെ പ്രിയാമ്പിള് അമെൻഡ് ചെയ്യാന്ന്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നേക്കാണ്. പ്രിയാമ്പിള് അമെൻഡ് ചെയ്തത് പാർലമെന്റിന്റെ അകത്ത് പ്രോപ്പർ ഡിസ്കഷൻ ഒന്നും ഇല്ലാതെയാണ്. പ്രിയാമ്പിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അത്തരത്തില് അമെൻമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ 42nd അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഈ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് അത് പിൻവലിക്കണം എന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറഞ്ഞ പഴയ ഒരു BJP ലീഡർ സുപ്രീം കോടതി പോയിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതിക്ക് അതിൽ ഒന്നും തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ
ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു 2014 മുമ്പുള്ള എക്കണോമിക് മിസ്മാനേജ്മെന്റും 2014 ശേഷം അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നതല്ലേ അവർ ക്ലെയിം ചെയ്യുള്ളൂ. അതും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വൈറ്റ് പേപ്പറിന്റെ ഡിസ്കഷനെ കുറിച്ചൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇന്നാണ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ 17ാം ലോക്സഭയുടെ അവസാനത്തെ ദിവസം. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ 17th ലോക്സഭ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷന്റെ നടപടികളായി. മാർച്ചിൽ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരും, ഏപ്രിലിൽ ഇലക്ഷൻ നടക്കും, മെയ്യിൽ 18ാം ലോക്സഭ നിലവിൽ വരും, 18th ലോക്സഭ. സോ 17th ലോക്സഭ ഈസ് എൻഡിങ് ടുഡേ. അപ്പൊ ഇപ്പൊ പാർലമെന്റിൽ അതിനെ കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ SC turned down need for regional benches at this stage. സുപ്രീം കോടതിക്ക് ഒരു ഒറ്റ സ്ഥലത്തെ ഇപ്പം ഉള്ളതെന്ന് നമുക്കറിയാം. കേസ് വാദം കേൾക്കുന്നത് എല്ലാം സുപ്രീം കോടതി ഡൽഹിയിലാണ്. അത് പോരാ ഇന്ത്യയില് സൗത്ത് ഇന്ത്യയിലൊക്കെ ബെഞ്ച് വേണം എന്ന് പറഞ്ഞൊക്കെ ഒരു ആവശ്യം വന്നു. അത് അവർ റിജക്ട് ചെയ്തു. അതിന്റെ ആവശ്യം ഇപ്പൊ തൽക്കാലമില്ല. പിന്നീട് നോട്ട് അലൗഡ് ടു റേസ് FMR ഇഷ്യൂ. FMR ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞാണ് ഫ്രീ മൂവ്മെന്റ് റെജിം. ഫ്രീ മൂവ്മെന്റ് റെജിം എന്താണ്? Myanmar border, either side of the border, people can move up to 16 kilometers without any need for visa. That is a free movement regime, but government of India is going to stop that FMR because of the security concerns of the northeastern states. Abadana FMR. പിന്നീട് കുറച്ച് ആൾക്കാരെ കുറച്ച് ജാതികളെയൊക്കെ SC/ST ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അത് വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യും ഡിലീറ്റ് ചെയ്യുക ചെയ്യാറുണ്ട്. പിന്നീട് COVID-19 ഇഫക്ട്സ് ഹാവ് കം ഡൗൺ സബ്സ്റ്റാൻഷ്യലി. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആണ് മൻസുഖ് മാണ്ഡവ്യ. അദ്ദേഹം COVID-19 ആയിട്ട് ബന്ധപ്പെട്ട ഇഫക്ട്സ് ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യാബിനറ്റ് നോട്ട് സ്പെക്ട്രം ഫോർ റെയിൽവേസ് വിത്തൗട്ട് ട്രായി റിപ്ലൈ എന്നൊരു ന്യൂസ് കാണാം. വേറെ ഒന്നുമല്ല, ഈ നമ്മളുടെ സ്പെക്ട്രം സാധാരണ ടെലികോം കമ്പനീസും നമ്മുടെ ISRO ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി സ്പെക്ട്രം ഉപയോഗിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. പക്ഷെ റെയിൽവേക്കും സ്പെക്ട്രം കുറച്ച് കൊടുക്കാറുണ്ട് അവർക്ക് ആവശ്യമുള്ള. കാരണം വെച്ചാൽ റിയൽ ടൈമിൽ ട്രെയിൻ റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റാസ് ഒക്കെ അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇന്ത്യയുടെ നമ്മളുടെ നാഷണൽ അസറ്റായ സ്പെക്ട്രം വേണം. അതിൽ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്പെക്ട്രം അവർ കൊടുക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ളത്. ഫ്രീ ഓഫ് കോസ്റ്റാണ് കൊടുക്കുന്ന ഗവൺമെന്റിന്റെ സംഭവം ആയതുകൊണ്ട്. അംബാനിയുടെ ജിയോക്ക് സ്പെക്ട്രം ഒരിക്കലും ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, അവർക്ക് ലക്ഷക്കണക്കിന് കോടി കൊടുക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രായിയുടെ ഒരു ഡിസിഷൻ വരാനുണ്ടായിരുന്നു. പക്ഷെ ട്രായിയുടെ ഡിസിഷൻ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഗവൺമെന്റ് ട്രായിയുടെ ഡിസിഷൻ വരുന്നതിന് മുമ്പേ തന്നെ അവര് റെയിൽവേക്ക് ഫ്രീ ആയിട്ട് ഇത് സ്പെക്ട്രം കൊടുത്തെന്നൊക്കെയാണ്. ട്രായ് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടെലികോം സെക്ടറിന്റെ റെഗുലേറ്റർ. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ടെലികോം സെക്ടറിന്റെ മാത്രമല്ല, ഈ OTT പ്ലാറ്റ്ഫോംസിന്റെയും ബ്രോഡ്കാസ്റ്റേഴ്സിന്റെയും ഒക്കെ റെഗുലേറ്റർ ട്രായ് ആണ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പം ഇവിടെ ജസ്റ്റ് ഇലക്ട്രൽ ബോൺസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരുന്നതാണ്. ഇലക്ട്രൽ ബോൺസ് 54% ഓഫ് BJP's ടോട്ടൽ ഇൻകം കെയിം ഫ്രം ഇലക്ട്രൽ ബോൺസ്. ഇലക്ട്രൽ ബോൺസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് ആണ് സാധാരണ ഇലക്ട്രൽ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ചസ് വഴി നമുക്ക് താല്പര്യമുള്ളവർക്ക് 1000 രൂപ തൊട്ട് 1 കോടി രൂപ വരെ ഉള്ള ബോണ്ടുകൾ വാങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ടിങ് കൊടുക്കാം. ആ ഫണ്ടിങ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് ഡോണർ, ഹു ഇസ് ദ ഡോണർ എന്ന് അവർക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ അനോണിമസ്ലി ഡൊണേറ്റ് മണി ടു ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഈ പൈസ കിട്ടുമ്പോൾ അത് വൈറ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ ആ പൈസ അവരുടെ അക്കൗണ്ടിലൊക്കെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. പക്ഷെ എന്നിരുന്നാലും ബ്ലാക്ക് മണിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കടത്തിവിടാൻ പറ്റും, അനോണിമസ് ഫണ്ടിങ് ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ട് ഇലക്ട്രൽ ബോൺസിന്റെ പേരിൽ. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ടിങ് കൊടുക്കാനുള്ള ഒരു സംഭവമാണ് ഇലക്ട്രൽ ബോൺസ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പറയാനില്ല. ഇവിടെ നിങ്ങൾക്ക് യൂണിയൻ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയുടെ ഒരു ഫോട്ടോ കാണാം. ഇത് ഈ ഫോട്ടോ ഇപ്പോൾ ഇവിടെ വരെ കാര്യം, ഇന്ത്യയിൽ ഇപ്പോ ഒരു പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് നടക്കുകയാണ്. ഇന്ത്യ എനർജി വീക്ക് എന്നതിന്റെ പേര്. എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യ എനർജി വീക്ക് നടക്കുന്നത് ഗോവയിലാണ്. ഇന്ത്യ എനർജി വീക്ക് ഗോവയിൽ നടക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഇന്ത്യയിൽ നടക്കുന്നത്. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഡിമാൻഡ് വരുന്ന രാജ്യം ഇന്ത്യയാണ്. 2030 ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാവും. ഇപ്പൊ ലോകത്തിൽ 3
ടോപ്പ് ഓയിൽ കൺസ്യൂമിങ് കൺട്രീസിൽ ഇന്ത്യയാണ് 3-ാം സ്ഥാനത്ത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഓയിലൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നേക്കാളും വില കുറച്ച് കിട്ടാൻ തുടങ്ങി. ഇപ്പം ഭാവിയിൽ അത് കൂടുതൽ നെഗോഷിയേറ്റ് നമുക്ക് വില കുറച്ച് കിട്ടും. ഗ്യാസും അങ്ങനെ തന്നെയാണ്. ഗ്യാസ് ഇപ്പൊ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പോലുള്ള സ്കീമുകൾ വന്നപ്പം ഗ്യാസിന്റെ ഉപഭോഗം ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് മാനിഫോൾഡ് ഇൻക്രീസ് ഉണ്ടായി. അപ്പം ഗ്യാസ് ഒക്കെ നമുക്ക് മറ്റു രാജ്യങ്ങളെക്കാളും വില കുറച്ച് കിട്ടും. കാര്യം എന്താണ്? ഇത്രയും ഡിമാൻഡ് ഉള്ള രാജ്യം, ഇത്രയും കൺസംഷൻ ഉള്ള രാജ്യമല്ലേ. അപ്പൊ നമുക്ക് ലോകത്തിലെ സൗദി ആയിട്ടോ ഖത്തറൊക്കെയാണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ റഷ്യ ആയിട്ടോ ഒക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനോ ഇത്രയും അവർ യൂസ് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഇത്രയും യൂസ് ചെയ്യണം. അപ്പൊ സോ വി ഷുഡ് ഗെറ്റ് എ മോർ കോമ്പറ്റീവ് റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ പെട്രോനെറ്റ് LNG ലോകത്തിലെ ഏറ്റവും വലിയ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് ടെർമിനലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പെട്രോനെറ്റ് LNG ആണ്. പെട്രോനെറ്റ് LNG ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്പനിയാണ്. പിന്നെ RBI ഒരു വേജ് സീലിങ്ങിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ ആവശ്യം നമുക്കില്ല, അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ സാലറിയെ കുറിച്ചൊക്കെയാണ് നമുക്ക് വേണ്ട. നെക്സ്റ്റ് പേജിലേക്ക് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനില് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് കോalition ഗവൺമെന്റ് ഫോം ചെയ്യാനൊക്കെയാണ് നവാസ് ഷെരീഫ്, പാകിസ്ഥാന്റെ പഴയ പ്രൈം മിനിസ്റ്റർ, ആവശ്യപ്പെടുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. പിന്നെ ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ പെർത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷനുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ഒരു കോൺഫറൻസ് ആണ്. അതിൽ ഇന്ത്യയും ശ്രീലങ്കയും ഓസ്ട്രേലിയയും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ജയശങ്കറാണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഒരു ന്യൂസ് ആയിട്ട് അവിടെ ഉള്ളത്. പിന്നെ ഓക്കെ, അത്രേ ഉള്ളൂ. അതിന്റെ താഴോട്ട് വരുമ്പോ അതൊന്നും വേണ്ട. അതിനടുത്ത പേജ് പോവാം. അതിനടുത്ത പേജ് 2 പേജ് സ്പോർട്സ് പേജ്. ഇത് വീക്കെൻഡ് സ്പോർട്സ് ആണ്. അത് സാറ്റർഡേ മാത്രമേ നമുക്ക് ആവശ്യമില്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ശ്രീലങ്കയുടെ ഒരു ക്രിക്കറ്റ് താരം ഇന്നലെ ഡബിൾ സെഞ്ചുറി 1 ഡേയിൽ അടിച്ചു. ഇപ്പൊ അതൊരു വലിയ ന്യൂസ് അല്ല. ഏതാണ്ട് 10 ആൾക്കാർ ഇപ്പൊ തന്നെ ഓൾറെഡി 1 ഡേയിൽ ഡബിൾ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് നമ്മൾ എഴുതിയെടുത്ത് പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴത്തെ ടെന്നീസ് പ്ലെയർ സുമിത് നഗൽ ആണ്. രോഹൻ ബൊപ്പണ്ണ ഇതുമായിട്ട് മിക്സ് ചെയ്യരുത്. രോഹൻ ബൊപ്പണ്ണ ഡബിൾസ് ആണ്. ഞാൻ സിംഗിൾസിലേ പറഞ്ഞത്. സിംഗിൾസിലെ ഏറ്റവും മികച്ച പ്ലെയർ സുമിത് നഗൽ ആണ്. സുമിത് നഗൽ ഇപ്പൊ വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പ് 100 വരാൻ പോയാണ്. ടോപ്പ് 100 പ്ലേയേഴ്സിന്റെ കൂട്ടത്തിലേക്ക് വരാൻ പോയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഒരു ന്യൂസ് കാണാം. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ രഞ്ജി ട്രോഫിയെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ കാണാം. രഞ്ജി ട്രോഫി ഞാൻ പലതവണ പറഞ്ഞാണ്. ഇന്ത്യയുടെ നാഷണൽ ടെസ്റ്റ് ഫോർമാറ്റിലെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പാണ് രഞ്ജി ട്രോഫി. ഇത്രയൊക്കെയാണ് ഈ സ്പോർട്സ് പേജിലുള്ളത്. ഇനി അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്നത്തെ പത്രം തീർന്നു. ഇനി ഇന്നത്തെ പത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ പത്രം എടുക്കുമ്പോൾ വി സേവ്ഡ് എക്കോണമി, ഇത് വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ്. വി സേവ്ഡ് എക്കോണമി ഫ്രം എ ക്രൈസിസ് എന്ന് പറഞ്ഞൊക്കെ ഒരു വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചിട്ട് സംസാരിക്കുന്നതാണ് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നെ ഞാൻ പറഞ്ഞു 17th ലോക്സഭയുടെ ലാസ്റ്റ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. ഫെയർവെൽ സ്പീച്ച് ഒക്കെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോഡി നടത്തി. ആ ഫെയർവെൽ സ്പീച്ചിൽ മൻമോഹൻ സിംഗിനെ പ്രൈസ് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു എന്നുള്ള ന്യൂസാണ്. പിന്നീട് ഇവിടെ ഓട്ടോൺ അക്കൗണ്ടിനെ കുറിച്ച് ഒരു സംഭവം ഒരു ഇതുണ്ട്. ഓട്ടോൺ അക്കൗണ്ട് ഇത് രാജസ്ഥാൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓട്ടോൺ അക്കൗണ്ട് എന്താണെന്നൊക്കെ അറിയാമല്ലോ. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഓട്ടോൺ അക്കൗണ്ട് ആണ് ഇപ്പൊ പാസ്സാക്കിയത്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോ ഒരു ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് ഫുൾ ബഡ്ജറ്റ് they are going to introduce the full budget in the month of June, but the next financial year will start from April 1st onwards. അപ്പം ഏപ്രിലും മെയ്യിലും എക്സ്പെൻഡിച്ചർ നടപ്പാക്കാൻ അവർക്കൊരു ചെറിയ ബഡ്ജറ്റ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇന്ററിം ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഈ ഇന്ററിം ബഡ്ജറ്റ് ഓട്ടോൺ അക്കൗണ്ട് മുഖേനയാണ് പാസ്സാക്കുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള സംഭവമാണ്. ഒരു ഫുൾ ബഡ്ജറ്റിന്റെ 1/6 ആണ് ഇത്തരത്തിലുള്ള ഓട്ടോൺ അക്കൗണ്ട് എന്ന പരിപാടി വഴി പാസ്സാക്കി എടുക്കുക. 1/6 എന്ന് പറയുമ്പോൾ 12 മാസത്തിന് 1/6, 2 മന്ത്സിലേക്കുള്ള ബഡ്ജറ്റ്. ഓക്കെ, അതെന്താണെന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ ഓട്ടോൺ അക്കൗണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇന്ത്യയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയത് ഓട്ടോൺ അക്കൗണ്ട് ആണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, ഓട്ടോൺ അക്കൗണ്ട് പാസ്സാക്കാൻ വേണ്ടി.
പിന്നെ ശ്രീലങ്കൻ നേവി അറസ്റ്റ് 19 ഇന്ത്യൻ ഫിഷർമെൻ എന്നൊരു ന്യൂസ് കാണാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞതാണ്, അത് ഹിന്ദുവിൽ എഡിറ്റോറിയൽ ആയതാണ്. ആ പ്രോബ്ലം നിങ്ങൾക്ക് അറിയാം. ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഈ സീയിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് എന്ത് വെച്ചാണ്? പാക് സ്ട്രേറ്റ് വെച്ചാണ്. പാക് സ്ട്രേറ്റ് ഈസ് സെപ്പറേറ്റിംഗ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഇൻ ദ എന്താ പറയുക, ആ ഒരു വാട്ടർ ആ ഒരു സെപ്പറേഷൻ വരുന്നത്, സീയിലെ സെപ്പറേഷൻ വരുന്നത് പാക് സ്ട്രേറ്റ് മുഖേനയാണ്. അപ്പൊ ഈ പാക് സ്ട്രേറ്റ് പലപ്പോഴും ക്രോസ് ചെയ്ത് ഈ ശ്രീലങ്കൻ വാട്ടേഴ്സിലേക്ക് ഇന്ത്യയുടെ ഫിഷർമെൻ പോകുമ്പോഴാണ് ഈ അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രോബ്ലംസ്. ഓക്കെ, പിന്നെ ഈ പേജിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽ ആണ്. ഈ എഡിറ്റോറിയൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ടുവേർഡ്സ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 44ന്റെ അകത്ത് പറഞ്ഞേക്കുന്ന യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 4 കാര്യങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് യൂണിഫോം ആയിട്ടുള്ള ലോസ്. 4 കാര്യങ്ങൾ. ബാക്കി എല്ലാ കാര്യങ്ങളിലും മിക്കവാറൊക്കെ യൂണിഫോം ലോസ്. ക്രിമിനൽ നിയമങ്ങളെല്ലാം നമുക്ക് ഇവിടെ യൂണിഫോം ലോസ് ആണ് എല്ലാ മതക്കാർക്കും. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും സിഖുകാരനും ജൈന മതക്കാരനും ബുദ്ധ മതക്കാരനും എല്ലാം അങ്ങനെയാണ്. പക്ഷേ സിവിൽ നിയമങ്ങളിൽ മാരേജ്, ഡിവോഴ്സ്, അഡോപ്ഷൻ റൈറ്റ്സ്, അതുപോലെ സക്സഷൻ റൈറ്റ്സ്, ഈ 4 എണ്ണത്തില് കല്യാണം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ അതും കൂടെ യൂണിഫോമിറ്റി കൊണ്ടുവരണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിൽ നടപ്പാക്കാൻ പോകുന്ന ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ഉത്തരാഖണ്ഡിൽ അതിപ്പം നടപ്പാവും. ഉടനെ കോൺഗ്രസ് ഉൾപ്പെടെ അതിനെ എതിർക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവിടുത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കോൺഗ്രസിന് അതിനെ എതിർക്കാൻ പറ്റൂല. ഉള്ള വോട്ട് പോകുന്നവർ പേടിച്ചിട്ട് അവർ എതിർക്കുന്നില്ല. സോ യുനാനിമസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ്. പക്ഷെ അതിലൊരു പ്രോബ്ലം, കുറെ നല്ല കാര്യങ്ങളുണ്ട് അത് അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു പ്രോബ്ലം ആണ് അവർ മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്നേഴ്സ് ഷുഡ് ബി രജിസ്റ്റേർഡ് ബിഫോർ എൻ അതോറിറ്റി എന്നാണ്. ആ ഒരു രജിസ്ട്രേഷൻ റിക്വയർമെന്റ് ഈസ് നോട്ട് ദെയർ ഇൻ എനി ഓഫ് ദ അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പൊ ആ ഒരു രജിസ്ട്രേഷൻ വരുമ്പോൾ അതൊരു പേഴ്സണൽ ഫ്രീഡത്തിന്റെ ഇൻഫ്രിഞ്ച്മെന്റ് ആണ്. ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ വാല്യൂസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിൽ വേറൊരു ഗുണമുണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഗവൺമെന്റ് അങ്ങനെ കൊണ്ടുവരുന്നത്. ആ ഗുണം അതിന് നമുക്ക് ഓവർ റൂൾ ചെയ്യാനും പറ്റത്തില്ല. കാര്യം ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഈ കുട്ടിക്ക് പല ലീഗൽ റൈറ്റ്സ് അവരുടെ പേരൻസിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് രജിസ്ട്രേഷൻ ബൈ ദീസ് പാർട്ട്നേഴ്സ്. Once there is a registration, definitely these children അവർക്ക് ലീഗലി ക്ലെയിം ചെയ്യാൻ പറ്റും അവരുടെ പേരൻസിന്റെ പല കാര്യങ്ങളും. അപ്പൊ അതാണ് ഇതിലെ ഗുണം എന്ന് പറയുന്നത്. പക്ഷെ ആ ഗുണം ഉള്ളപ്പോഴും there is a violation of fundamental rights which were given by Constitution of India. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിയിലൊക്കെ ചിലപ്പോൾ ആ ഒരു പ്രൊവിഷൻ പോയേക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിനെടുത്ത് കളയുകയൊക്കെ ചെയ്തേക്കാം. ബാക്കി ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് നീ പറഞ്ഞേക്കാം. പിന്നെ പ്രോസിക്യൂട്ടിംഗ് ട്രംപ്, ആ എഡിറ്റോറിയൽ നമുക്ക് വേണ്ട. ട്രംപ് അമേരിക്കയുടെ ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. നമുക്ക് ട്രംപിനെ കുറിച്ച് ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. അത് അമേരിക്കയുടെ കാര്യം. ഇന്ത്യയിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ദ പേടിഎം പേയ്മെന്റ് ബാങ്ക് ഡിബക്കിൾ എന്ന് പറയുന്ന സംഭവം കാണാം. വാട്ട് ആർ ദ റെഗുലേഷൻസ് വിത്ത് റെസ്പെക്ട് ടു റൈസ് പ്രൈസസ്? റൈസ് പ്രൈസസ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ബ്രാൻഡ് ഓഫ് അരിയുടെ പേരെന്താണ്? ഭാരത് റൈസ്. ഭാരത് റൈസിന്റെ വില 29 പെർ കിലോഗ്രാം ആണ്. 29 പെർ കിലോഗ്രാം. കേരളത്തിൽ ഉൾപ്പെടെ വിൽക്കാൻ തുടങ്ങി. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. നല്ല ക്വാളിറ്റി റൈസ് ആ രീതിയിൽ വിൽക്കുന്നതും എല്ലാം. പിന്നെ ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞു സെന്റർ ടു സ്ക്രാപ്പ് ഫ്രീ മൂവ്മെന്റ് റെജിം വിത്ത് മ്യാൻമർ സെയ്സ് ഷാ എന്നൊരു ന്യൂസ് കാണാം. ഫ്രീ മൂവ്മെന്റ് റെജിം. ഈ ഫ്രീ മൂവ്മെന്റ് റെജിം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി അത് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഫ്രീ മൂവ്മെന്റ് റെജിം വൺസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യ ഈസ് ഗോയിങ് ടു ഫേസ് സം പ്രോബ്ലംസ്. ദാറ്റ് പ്രോബ്ലം ഈസ് ബീങ് ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ന്യൂസ് ഇൻ ദ ഹിന്ദി ന്യൂസ് പേപ്പർ ഓഫ് ദ സെയിം ഡേ. ദാറ്റ് ഈസ് ദിസ് ന്യൂസ്. ഇന്ത്യാസ് Kaladan project in Myanmar in limbo as rebels control key town. ഇത് FMR സ്റ്റോപ്പ് ചെയ്യുന്നോണ്ടല്ല ഈ പ്രോബ്ലം. FMR ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ ഇവിടുത്തെ ഈ ഇഷ്യൂസ് കൊണ്ടാണ്. പക്ഷെ വൺസ് ഈ സ്ട്രിക്ട്ലി നമ്മൾ മ്യാൻമറുമായിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് പോകുമ്പോൾ കുഴപ്പം. കലാദൻ പ്രോജക്ട് ഈസ് എ റോഡ് പ്രോജക്ട്. ഇറ്റ് ഈസ് എ കണക്ടിവിറ്റി പ്രോജക്ട് ടു കണക്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആൻഡ് West Bengal's Kolkata with
മ്യാൻമർ. അതാണ് ഈ ഒരു കലാതൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. മ്യാൻമറുമായിട്ട് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ഇടയിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കുക, പ്ലസ് ആ കണക്ടിവിറ്റിയിലേക്ക് മ്യാൻമറിനെ കൊണ്ടുവരിക, പ്ലസ് കൊൽക്കട്ടയെ അതിലേക്ക് കണക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ് കണക്ടിവിറ്റി ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു തായ്ലൻഡ്. ദാറ്റ് വാസ് ഗവൺമെന്റ്സ് ഇന്റൻഷൻ. പക്ഷെ അതിൽ നമ്മൾ കോൺഫിഡൻസിൽ എടുത്തത് അവിടുത്തെ പട്ടാള ഭരണകൂടത്തിനെയായിരുന്നു. പട്ടാളത്തിന് ഒരിക്കൽ പോലും ഗവൺമെന്റ് തള്ളി പറഞ്ഞിട്ടില്ല. ഈവൻ ആഫ്റ്റർ ദേ ആർ വയലേറ്റിംഗ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഓൺ ഡെയിലി ബേസിസ്, ആൻഡ് ഓൾസോ ദേ ആർ എന്താ പറയുന്നത്, ഓൾസോ ദേ ആർ നോട്ട് റെസ്പെക്ടിങ് എനി കൈൻഡ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് മ്യാൻമർ. നമ്മളത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. Being the largest democracy in the world, we have the responsibility to respond to the fundamental rights violation, human rights violations, and democratic rights violations of Myanmar junta regime. But never India raised voice against them, only because of our national interest. അതിലൊരു ഇൻട്രസ്റ്റ് ആണ് ഈ പറഞ്ഞ കലാതൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോജക്റ്റ് ഒക്കെ ഇപ്പം അത് നമ്മൾ പട്ടാളത്തിനൊപ്പം നിന്ന് നടപ്പാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടുത്തെ അരാക്കൻ ആർമി എന്നൊക്കെ പറഞ്ഞ ചില അവിടുത്തെ ലോക്കൽ ട്രൈബൽസ് ആർമികൾ, ട്രൈബ്സിന്റെ ഒക്കെ ആർമികൾ അവിടുത്തെ ഈ പറഞ്ഞ പ്രദേശങ്ങളുടെ പലതും ഈ കലാതൻ പ്രോജക്റ്റ് കടന്നു വന്ന പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പൊ നമുക്ക് അവിടെ ഒരു സേയും ഇല്ലാതായി. ആർമി പിക്ചറിലേ ഇല്ല. അതാ കുഴപ്പം. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ പ്രോബ്ലംസ് ഇപ്പൊ മ്യാൻമറിലുണ്ട്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇത് ഫുള്ള് പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അവിടെ ഒന്നും പറയാനില്ല. പക്ഷേ ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഏറ്റവും ലാസ്റ്റില് ക്യാബിനറ്റ് അപ്രൂവ്സ് ന്യൂ ഫിഷറി സ്കീം എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. ക്യാബിനറ്റ് അപ്രൂവ്സ് ന്യൂ ഫിഷറി സ്കീം. നമുക്കറിയാം ഓൾറെഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് റണ്ണിങ് എ ഫിഷറി സ്കീം. ദ എയിം ഓഫ് ദാറ്റ് സ്കീം ഈസ് ടു ഡബിൾ ദ ഇൻകം ഓഫ് ഫിഷർമെൻ. ഇൻകം ഓഫ് ഫിഷർമെൻ ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കീം. ആ സ്കീമിന്റെ പേര് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന എന്നാണ് സ്കീമിന്റെ പേര്. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന. ഞാനിത് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ സ്കീം. അത് എക്സാക്ട്ലി ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് ഐ ഡിസ്കസ്ഡ്, നോട്ട് റീസെന്റ്, കുറച്ചു കാലം മുമ്പ്. അപ്പൊ ഈ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജനയുടെ അണ്ടറിൽ ഒരു സബ് സ്കീം വരുന്നുണ്ട്. അതിന്റെ പേര് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന എന്നാണ്. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന. ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ ഫ്ലാഗ്ഷിപ്പ് സ്കീം ഓഫ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന. അതിന്റെ അണ്ടറിലാണ് ഒരു സബ് സ്കീമായിട്ട് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന വരുന്നത്. ദാറ്റ് ഷുഡ് ബി റൈറ്റ് ഡൗൺ ആൻഡ് സ്റ്റഡീഡ് ബൈ എവറി സ്റ്റുഡൻസ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതെന്ന് പറഞ്ഞാല് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് ദ എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദാറ്റ് scheme that also should be studied. And amount എന്ന് പറഞ്ഞാൽ 6,000 crore ആണ്. In the coming next 4 years, government of India will invest around 6,000 crores for this scheme. Aim is to എന്താണ് maximize the income of fishermen. അവരുടെ വരുമാനം ഡബിൾ ആക്കിയൊക്കെ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കുറേയൊക്കെ പൊളിറ്റിക്കൽ ന്യൂസ് തന്നെയാണ്. കുറേയൊക്കെ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. കാര്യം രാഹുൽ ഗാന്ധി മോഡി OBC അല്ല എന്ന് പറഞ്ഞ ന്യൂസ് ഒക്കെയാണ് അതിൽ ആദ്യം കിടക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു വലിയ ന്യൂസ് ആയിട്ട് അവിടെ കാണാം. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ MGNREGSനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച്. അത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് പലതവണ 100 തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ SC/ST കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ റിസർവേഷനിൽ വലിയ ചേഞ്ചസ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായേക്കാം. ആ ഡയറക്ഷനിൽ താല്പര്യം SC/ST കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ വരുന്നുണ്ട്. അവര് തന്നെയാണ് അത് ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതി അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് OBC കമ്മ്യൂണിറ്റിക്ക് എന്നൊക്കെ അറിയാം സബ് കാറ്റഗറൈസേഷൻ ഉണ്ട്. OBC കമ്മ്യൂണിറ്റിക്കകത്ത് സബ് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈ സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്ന സംഭവം OBC കമ്മ്യൂണിറ്റിക്കകത്ത് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. മോസ്റ്റ് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ OBCക്കകത്ത് വീണ്ടും ഉള്ളത് കൊണ്ട് അതിൽ MBC മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് സബ് കാറ്റഗറൈസേഷൻ കൊടുക്കുന്നുണ്ട്.
അതുപോലെ SC/ST കമ്മ്യൂണിറ്റിക്കകത്തും സബ് കാറ്റഗറൈസേഷൻ വന്ന് അതില് ഇപ്പൊ തോട്ടിപ്പണിക്കാരെന്നൊക്കെ പറഞ്ഞ സ്കാവഞ്ചേഴ്സ്, മാനുവൽ സ്കാവഞ്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അവർക്കൊക്കെ സബ് കാറ്റഗറൈസേഷൻ കൊടുത്ത് SC/ST റിസർവേഷന്റെ ഫുൾ ബെനിഫിറ്റും അതില് ഒരു മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടാതെ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് വരാൻ പോകുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു കേസ് സുപ്രീം കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോ അടുത്ത പേജില് എത്യോപ്യയെ കുറിച്ചൊരു ന്യൂസ് കാണാം. എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കണം. അബി അഹമ്മദ് ആണ് എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ. എത്യോപ്യ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ കൺട്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എത്യോപ്യ കുറെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. അപ്പൊ എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് അബി അഹമ്മദ്. പിന്നെ ഇവിടെ നോർത്തേൺ അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അത് തൽക്കാലം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. ഈ നോർത്തേൺ അയർലൻഡ് ആക്ച്വലി UK-യുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ താല്പര്യക്കുറവുള്ള ഒരു രാജ്യമല്ല, ഒരു പ്രദേശമാണ്. അയർലൻഡിന്റെ ഒരു പ്രദേശമാണ്. പക്ഷെ ഇപ്പോഴത്തെ അയർലൻഡിന്റെ പുതിയ ലേഡി ലീഡർ മിഷേൽ ഒനീൽ കുറച്ച് UK പക്ഷപാതിയാണ്. അതുകൊണ്ട് വലിയ ഇനിയിപ്പം കുറെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. പിന്നെ ഓൾറെഡി ഞാൻ മോണിറ്ററി പോളിസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ മറ്റ് മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ LICയുടെ പ്രോഫിറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് നമുക്ക് വേണ്ട. LIC പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സ്പോർട്സ് പേജിൽ ഈ പേജും അതിനടുത്ത പേജ് ഹിന്ദുവിന്റെ കുറെ സ്പോർട്സ് അവാർഡിനെ കുറിച്ചാണ്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ആകെപ്പാടെ ഇവിടെ പഠിക്കാനുള്ളത് Under-19 1-day വേൾഡ് കപ്പിൽ ഇന്ത്യയെ ഫൈനലിൽ കയറി. ഇന്ത്യയുടെ എതിരാളി ഓസ്ട്രേലിയ ആയിരിക്കും. ഓസ്ട്രേലിയ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഫൈനലിൽ കയറി. അതൊരു ന്യൂസാണ്. ഓക്കെ, അപ്പോ പിന്നെ ലാ ലിഗയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സ്പാനിഷ് ഫുട്ബോൾ ലീഗ ലാ ലിഗ. പിന്നെ ടൈഗർ വുഡ്സ്, ഗോൾഫിലെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ടൈഗർ വുഡ്സിനെ കുറിച്ചൊരു ന്യൂസ്. വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ നൊവാക് ഡോക്കോവിച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ്. ഇന്ത്യയുടെ ഹോക്കി പ്ലെയറായ വരുൺ കുമാർ ഒരു പോക്സോ കേസിൽ പെട്ടതിനെ കുറിച്ചൊരു ന്യൂസ്. പോക്സോ കേസ് നമുക്കറിയാം, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നലത്തെ ടോട്ടൽ ഹിന്ദു ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവരും കാണുക. ഒത്തിരി ആൾക്കാർ എനിക്ക് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, കമന്റ്സ് പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ കമന്റ്സ് ഒക്കെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. അതിനുശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.